ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് KSEB. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ അഭ്യർത്ഥന. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ അതിതീവ്ര തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്ത സംഭവത്തിൽ കുട്ടിയുടെ അമ്മ പോലീസ് കസ്റ്റഡിയിൽ. ICC ഏകദിന T20 റാങ്കിങ്ങുകളിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ പര്യടനം നടത്തി. മുതിർന്ന BJP നേതാവായ അമിത് ഷാ ഇന്ന് കർണാടകയിലാണ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് രാജ്കോട്ടിലും അഹമ്മദാബാദിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഗോവയിലെയും ഗുജറാത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഉൾപ്പെടെ 93 ലോക്സഭാ സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പമെത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് KSEB. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ KSEB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ വൈദ്യുതി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. വീടുകളിൽ എയർ കണ്ടീഷണറുകൾ ഊഷ്മാവ് 26 ഡിഗ്രിക്ക് മുകളിലായി സെറ്റ് ചെയ്യുന്നതാണ് അഭികാമ്യം. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം KSEB സർക്കാരിന് വീണ്ടും റിപ്പോർട്ട് നൽകും. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ തുടർച്ചയായി അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ചൊവ്വാഴ്ച വരെ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലും കനത്ത ചൂട് തുടരുന്നു. കഴിഞ്ഞ ദിവസം 14 ജില്ലകളിൽ അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. വെല്ലൂരിലാണ് ഏറ്റവും ഉയർന്ന താപനിലയായ 43 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. സൂര്യാതപമേറ്റ് തമിഴ്നാട്ടിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവണ്ണാമലൈ ജില്ലയിലെ ആറണയിൽ ചൂട് കൂടിയതിനെ തുടർന്ന് കോഴി വളർത്തു കേന്ദ്രത്തിലെ 1000-ഓളം കോഴികൾ ചത്തതായും റിപ്പോർട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ തമിഴ്നാട് സർക്കാർ വിവിധയിടങ്ങളിൽ തണ്ണീർ പന്തലുകൾ സ്ഥാപിച്ചു. ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് യാത്ര പോകുന്നവർക്ക് പാസ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഉയർന്ന താപനില മൂലം ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ്. കിണറുകളും കുളങ്ങളും അടക്കമുള്ള ജലസ്രോതസ്സുകൾ പരിപോഷിപ്പിക്കാൻ മംഗലം, അപ്പർ ഭവാനി ഡാമുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ചെറുതും വലുതുമായ 8 അണക്കെട്ടുകളാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. ജില്ലയിലെ ഉയർന്ന താപനില ഈ ജലസംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നഗരത്തിലേക്കും 6 സമീപ പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ളം മലമ്പുഴ ഡാമിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. കുടിവെള്ളത്തിനായി 3 മാസത്തെ കരുതൽ ശേഖരമുണ്ടെന്ന് പറയുമ്പോഴും ഇടമഴ ലഭിക്കാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കനത്ത ചൂടിൽ ബാഷ്പീകരണ തോത് കൂടുതലാവുന്നതാണ് ജലനിരപ്പ് പെട്ടെന്ന് കുറയാൻ കാരണമാകുന്നത്. സമയത്തിന് മഴ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ കാർഷിക ആവശ്യത്തിനുള്ള ജലവിതരണവും പ്രതിസന്ധിയിലാകും. കനത്ത ചൂട് ഈ രീതിയിൽ തുടരുകയും ഇടമഴ ലഭിക്കാതിരിക്കുകയും ചെയ്താൽ രൂക്ഷമായ ജലക്ഷാമത്തിനായിരിക്കും ജില്ല സാക്ഷിയാവുക. സംസ്ഥാനത്ത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കന്നുകാലികളെ മേയാൻ വിടുന്നത് സൂര്യാഘാതത്തിന് ഇടയാക്കും. ജലദൌർലഭ്യവും അനുഭവപ്പെടുന്ന ക്ഷീര കർഷക മേഖലകളിൽ ജില്ലാ ഓഫീസർമാർ കളക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് കന്നുകാലികൾക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിൽ ചൊവ്വാഴ്ച മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും അതിതീവ്ര തിരമാലകൾ കാരണം നാളെ രാവിലെ മുതൽ മറ്റന്നാൾ രാത്രി വരെ ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വിനോദസഞ്ചാരികൾ കടലിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. സർക്കുലർ കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇത്തരം സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ സംഘടന ഉൾപ്പെടെയുള്ളവരാണ് സ്റ്റേ ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രക്ഷോഭം സംസ്ഥാനത്ത് ഇന്നും തുടർന്നു. പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു. കൊച്ചി കടവന്ത്ര പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 23 വയസ്സുള്ള യുവതിയെ സമീപമുള്ള ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതി കുറ്റം സമ്മതിച്ചതായിട്ടാണ് സൂചന. പ്രസവിച്ച് 3 മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞതായാണ് പ്രാഥമിക നിഗമനം. യുവതിയുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തും. യുവതി ബലാത്സംഗത്തിന് ഇരയായതാണോ എന്ന് സംശയിക്കുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യുവതിയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ക്രെയിനുകൾ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഈ മാസം എത്തിച്ചേരുമെന്ന് മന്ത്രി VN വാസവൻ. ഈ ക്രെയിനുകൾ കൂടി സജ്ജീകരിച്ചാൽ ജൂണിൽ ട്രയൽ റൺ ആരംഭിക്കാൻ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. പുലിമുട്ട് നിർമ്മാണം കഴിഞ്ഞ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു. വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സാലോജിക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി കോടതി തിങ്കളാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് വിധി പറയുക. പരാതിക്കാരനായ മാത്യു കുഴൽനാടൻ MLA ഇന്ന് 4 രേഖകൾ കൂടി കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് വയനാട് മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥികൾ ഇത് ഇരട്ടത്താപ്പാണെന്നും 2 സീറ്റുകളിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി ജനങ്ങളോട് നേരത്തെ പറയാൻ തയ്യാറായില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ വിമർശിച്ചു. റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്യുന്ന നീതികേടാണെന്ന് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയും CPI നേതാവുമായ ആനി രാജ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാക്കി പ്രവർത്തന സമയം ക്രമീകരിച്ചതായി പൊതുവിതരണ കമ്മീഷണർ അറിയിച്ചു. ICC ഏകദിന T20 റാങ്കിങ്ങുകളിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഏകദിന റാങ്കിങ്ങിൽ ഓസ്ട്രേലിയ 2-മതും ദക്ഷിണാഫ്രിക്ക 3-മതുമാണുള്ളത്. T20 റാങ്കിങ്ങിൽ ഓസ്ട്രേലിയയെയും ഇംഗ്ലണ്ടിനെയും ബഹുദൂരം പിന്തള്ളി 264 പോയിന്റുമായിട്ടാണ് ഇന്ത്യൻ സംഘത്തിന്റെ മുന്നേറ്റം. എന്നാൽ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഓസ്ട്രേലിയ 1-മതെത്തി. ഇംഗ്ലണ്ടാണ് 3-മത്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും നാളെ ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് കലാശ പോരാട്ടം. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ അമ്മയ്ക്കൊരു കൂട്ട് പദ്ധതി വിജയകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രസവ സമയത്ത് സ്വകാര്യത ഉറപ്പാക്കി ഗർഭിണിക്ക് ആത്മവിശ്വാസം നൽകാനായി ഒപ്പം അടുത്ത ബന്ധുവായ ഒരു സ്ത്രീയെ അനുവദിക്കുന്ന പദ്ധതിയാണ് അമ്മയ്ക്കൊരു കൂട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3-ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് KSEB. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണിവരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ അഭ്യർത്ഥന. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ അതിതീവ്ര തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്ത സംഭവത്തിൽ കുട്ടിയുടെ അമ്മ പോലീസ് കസ്റ്റഡിയിൽ. ICC ഏകദിന T20 റാങ്കിങ്ങുകളിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.